ഹലോ ഗൈസ്, SK വ്ളോഗ്സിലോട്ട് സ്വാഗതം. ഞങ്ങളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വാള് മീൻ എന്ന് പറയുന്ന ഒരു മീനാണ്. അത് തയ്യാറാക്കുന്ന അമ്മച്ചിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് ഈ വാള് മീൻ എന്നൊക്കെ പറയുന്ന മീൻ. ഇത് കൊത്തലല്ല കേട്ടോ, വേറൊരു തരം ഒരു മീനാണ്. ഇതാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ക്ലീൻ ചെയ്യേണ്ട വിധവും കറി വെക്കേണ്ട വിധമൊക്കെ ഇപ്പോൾ അമ്മച്ചി പറഞ്ഞു തരും. നമ്മളിത് ഇത് വെച്ചാണ് ഉരച്ച് ഈ മീൻ റെഡിയാക്കുന്നത്. സ്ക്രബ്ബർ വെച്ച് പുതിയ ഒരു സ്ക്രബ്ബർ മേടിച്ചിട്ട് ഉരച്ചാൽ അത് പെട്ടെന്ന് ക്ലീൻ ആവും. ഇതേപോലെ ഉരച്ച് തേച്ചൊക്കെ എടുക്കാമെങ്കിലേ നമ്മൾ കല്ലേ കൊണ്ടുപോകണ്ട. നമുക്ക് മഴക്കാലത്താണേലും ഇത് ഒരു കറിയാക്കാനായിട്ട് നമുക്കിത് ഇതിങ്ങനെ ചെയ്യാം. ഇത് മുള്ളു കൂടുതലുള്ള മീനാണ്. ഇതിന് ഒരു സെപ്പറേറ്റ് ആയിട്ട് വേറെ രീതിയിലാണ് ഇത് അരിഞ്ഞെടുക്കേണ്ടത്. എല്ലാ മീനും കണ്ടിക്കുന്നത് പോലെയല്ല, ഇത് നമ്മളൊന്ന് പ്രത്യേകം അരിഞ്ഞെടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം. കണ്ടിച്ച് കളഞ്ഞ് ഇനി ഇത് മുറിക്കുന്ന വിധം കാണിച്ചു തരാം. മറ്റുള്ള ഇതൊക്കെ ഇങ്ങനെ നേരെയാണ് മുറിക്കുന്നത്. നമ്മളിത് ഇങ്ങനെ ഒന്ന് ചരിച്ച് മുറിക്കണം. അതായത് മുള്ള് കൂടുതലുള്ള മീനാണ്. അതിനൊരു ഇത് കിട്ടുന്നതും ഇതേപോലെ മുറിച്ചെന്നാൽ മുള്ളിനൊരു ശാന്തത ഉണ്ടാവും. ഇത് ഈ ചട്ടിക്കകത്തോട്ട് ഇത് പിഴിഞ്ഞ് വെക്കാം. ഇതിന് മുൻപ് നമ്മൾ പാമ്പാട എന്ന് പറയുന്ന മീനാണ് വെച്ചത്. ഇന്ന് വാള് മീനാണ് നമ്മളിത് പൊള്ളിക്കാൻ പോകുന്നത്. ഇത് റെഡിയാക്കാം. നമ്മളിത് ഈ വാളുമീൻ അരിഞ്ഞൊക്കെ വെച്ചിട്ടാണ് ക്ലീനാക്കി വെച്ചിരിക്കുകയാണ്. അത് ചെയ്യാനുള്ള വിധങ്ങളും സാധനങ്ങളും ഒക്കെ പരിചയപ്പെടുത്താം. നല്ല മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. 1 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ അരമുറി തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, നല്ല കൊച്ചുള്ളി, വേപ്പില. ഇതിൻ്റെ കൂട്ടത്തിൽ ഉപ്പും വെളിച്ചെണ്ണയും തേങ്ങാപ്പാലും, 1 മുറി തേങ്ങ തിരണ്ടിയ പാലാണ് ഇരിക്കുന്നത്. 2 കഷ്ണം പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഈ എണ്ണയൊക്കെ ചേർത്താണ് നമ്മളിത് പൊള്ളിക്കുന്നത്. ഇതൊക്കെ ഇന്ന് മീനിൽ പെരട്ടിയാണ് വെക്കുന്നത്. ഇതിന് മുൻപൊക്കെ ഈ സാധനങ്ങളൊക്കെ മൂപ്പിച്ചാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മളിതെല്ലാം കൂടെ പെരട്ടിയാണ് വെക്കുന്നത്. മല്ലിപ്പൊടി, മുളക് പൊടി, എരിവുള്ള മുളക് പൊടി എല്ലാം കൂടെ നമ്മളിത് ഇതിലേക്ക് പെരട്ടിയാണ് ഇന്ന് കറിയാക്കുന്നത്. ഇച്ചിരി ഉപ്പ്, വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി ലേശം പുളിയും വെള്ളവും കൂടെ ഒഴിച്ച് പെരട്ടിയാണ് നമ്മളിത് അടപ്പത്ത് വെക്കണം. അതിൻ്റെ പുറകെയാണ് പാലൊഴിക്കണത്. തേങ്ങാപ്പാൽ ഒഴിക്കുക. ഇതൊന്ന് തിളച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. അടപ്പത്ത് വെച്ച് തിളക്കട്ടെ. നമ്മളിത് ഈ സാധനങ്ങളൊക്കെ ഒന്ന് വാട്ടി ഇതിലേക്ക് ചേർക്കണം. 2 ഉലുവ ഇടണം. എപ്പോഴും മീൻകറിക്ക് 2 ഉലുവ ഇടുന്നത് ഉളുമ്പ് ചുവ മാറാനാണ്. 2 കടുക് ഇടണം. വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, തക്കാളി, ഇതൊക്കെ ഒന്ന് വാടിയതിൻ്റെ ശേഷം നമ്മൾ ഈ പെരട്ടി അടപ്പത്ത് വെച്ചിരിക്കുന്ന മീനിലേക്ക് ചേർക്കും. അപ്പോൾ ഒരു പ്രത്യേക സ്വാദാകും. അതിനാണ് നമ്മളിന്ന് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഒരു പുതിയ രീതിയിലാണ് ഇന്ന് വെക്കുന്നത്. ഇതിന് മുമ്പൊക്കെ നമ്മളിതെല്ലാം മൂപ്പിച്ചാണ്, പൊടിയൊക്കെ മൂപ്പിച്ചാണ് വെക്കുന്നത്. ഇന്ന് ഒരു പ്രത്യേക രീതിയിലാണ് വെക്കുന്നത്. ഇതെല്ലാവരും വെച്ചിട്ട് പറയും നല്ല കറിയാണെന്ന്. ഇതൊരുവിധം വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചേർക്കാവേ. ഇനി നമുക്കിത് ഇതിലേക്ക് ഇത് ചേർക്കണം.
മൂടി വെച്ച് ഒന്നുകൂടെ തിളച്ചതിൻ്റെ ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം. ഏകദേശം റെഡിയായിട്ടുണ്ട്. നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നമുക്ക് തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചാൽ റെഡിയാവുള്ളൂ. ഒരു മുറി തേങ്ങ ചിരണ്ടിപ്പിഴിഞ്ഞ പാലാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി മൂടി വെച്ച് ഒന്നുകൂടെ തിളച്ചിട്ട് നമുക്കിത് ഇറക്കാം. നമുക്കത് ഈ പാത്രത്തിലേക്ക് എടുക്കാം. കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റൊക്കെ നോക്കണമല്ലോ, അങ്ങോട്ട് കൊണ്ടുപോകാം. സൂപ്പറാണ് കേട്ടോ. വാളുമീൻ പൊള്ളിച്ചതാണിന്ന് ഞങ്ങൾ തയ്യാറാക്കിയ. ഈ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.